ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാസി ട്യൂഷന് പോവുകയാണ് കേട്ടോ. ഞാൻ ജോലിക്കും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും നാളെയും ട്രിവാൻഡ്രത്താണ് ജോലിക്ക് പോണത്. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആര്യ ഭവനിൽ കയറിയിട്ട് ഒരു ഊണ് കഴിച്ചായിരുന്നു. അവർ പിന്നെ തമിഴ്നാട് സ്റ്റൈലിലാണല്ലോ ഫുഡ് വിളമ്പുന്നത്. നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടല്ലോ, അതാണ് അവരെ വൈറ്റ് റൈസ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറും പരിപ്പും വെജിറ്റേറിയൻ ഊണായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു കൊറിയർ മേടിക്കണമായിരുന്നേ. ഞാനിത് കുറച്ച് ദിവസം കൊണ്ട് കാത്തിരുന്നൊരു കൊറിയറാണ്. എൻ്റെ സാറ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. നാളെയാണ് എൻ്റെ ബർത്ത്ഡേ, നവംബർ 12-ന്. അപ്പോൾ ഇന്നാണ് കൊറിയർ വന്നത്. സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കറിയാം സാധനം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും എനിക്ക് ആരും ഇതുവരെയ്ക്കും മേടിച്ച് തന്നിട്ടില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് ഞാനത് കാണുന്നു. ഒരു ചെറിയ മാലയാണ് എനിക്ക് മേടിച്ച് തന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. അയല മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അയല കറി വയ്ക്കണം, വിഴുക്ക് വയ്ക്കണം. യാസിക്കുന്ന വൈകുന്നേരം ട്യൂഷനില്ല, ഫുട്ബോളിനും പോകുന്നില്ല കേട്ടോ. ഈ അടുക്കളയിൽ കിടന്ന് നടക്കുന്നത് വിശക്കുന്ന നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഞാൻ അടുപ്പത്തിട്ടതേ ഉള്ളായിരുന്നു. രാവിലെ ചോറൊന്നും വെച്ചില്ല. യാസിക്കുന്ന കാപ്പിയാണ് ഉച്ചയ്ക്ക് കൊടുത്തു വിട്ടത് തന്നെ. വിഴുക്കും വെച്ച് മീനും വറുക്കണം. എന്നിട്ട് അവന് ചോറ് കൊടുക്കണം. എന്നിട്ട് അവനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. കാലാവസ്ഥ ചേഞ്ച് ആയതിൻ്റെതാണെന്ന് തോന്നുന്നു. അവന് നല്ല ചുമയുണ്ട്, പിന്നെ മൂക്കടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴേ കാണിച്ചില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിൽ ഡോക്ടറെ വീട്ടിലാണ് വന്നത്. അവനെ കാണിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റ, ബൈ ബൈ, സീ യു.